ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. പകരം 24-ാം തീയതി അതായത് ഒക്ടോബർ 24-ന് ഞങ്ങൾ വീണ്ടും റീലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ കൃത്യം ഒക്ടോബർ 24-ാം തീയതി വീണ്ടും കുറേ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്, അതായത് ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സെഗ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് വരാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി ടു ബി മോർ ഡിജിറ്റൽ വിത്ത് TechBytes. ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും നിങ്ങൾ തംബ്നെയിൽ കണ്ട് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇനി തംബ്നെയിൽ ശ്രദ്ധിക്കാത്തവർക്ക് ഇന്നത്തെ സെഗ്മെൻറ്റ് എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ പോയി ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഏറ്റവും ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്ന OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ OnePlus 8T ആണ്. ഇതിൻ്റെ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ OnePlus എല്ലാ ഫോൺസിനും കൊടുക്കുന്ന പോലത്തെ ഒരു സിമിലർ ഡിസൈൻ, അത്യാവശ്യം ലെങ്ത് കൂടിയ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പ്രൊസസ്സറും വേരിയൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Qualcomm Snapdragon 865 പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് ത്രില്ലിംഗ് പാർട്ട് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, ദി അൺബോക്സിങ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ OnePlus 8T ആണ്. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഉണ്ടാകുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്നാണ്. അപ്പോൾ ഫോൺ ഏതായാലും മാറ്റി വെച്ചു. ഫോണിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു വൈറ്റ് പാക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കിലാണ് അവരവരുടെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബുക്ക്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ യൂസേഴ്സ് മാനുവൽ, ഗൈഡ്, പിന്നെ സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരു റെഡ് കേബിൾ ക്ലബ് കാർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് അതും മാറ്റി വയ്ക്കാം. അതിൻ്റെ അടിയിലായിട്ട് OnePlus എല്ലാ ഫോൺസിനും കൊടുക്കുന്ന പോലെ ഒരു ട്രാൻസ്പെറൻറ്റ് സിലിക്കൺ കേസാണ്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണിത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ OnePlus 8യുടെ ചാർജിങ് കേബിളാണ്. മറ്റ് OnePlus ഫോൺസിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ചാർജിങ് കേബിൾ, C-to-C ടൈപ്പ് ചാർജിങ് കേബിൾ ആണത്. ഇനി നമ്മുടെ പവർ അഡാപ്റ്റേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ റാപ്പ് ചാർജ് 65 വാട്ട് പവർ അഡാപ്റ്ററാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ OnePlus നോഡിനെക്കാട്ടിലും OnePlus 8 പ്രോയിനെക്കാട്ടിലും ഒക്കെ വലിയൊരു പവർ അഡാപ്റ്റേഴ്സ് തന്നെയാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ OnePlus 8T സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു വളരെ ഹാൻഡി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണിത്. ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയാനാണെങ്കിൽ വളരെ ഫോർമൽ ലുക്കിംഗ് അറ്റ് ദ സെയിം ടൈം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഫോണിലുള്ളത്. ഇനി ഇതിൻ്റെ കൺട്രോൾസിനെ പറ്റി നോക്കാനാണെങ്കിൽ റൈറ്റ് സൈഡിൽ സ്ലൈഡിംഗ് കൺട്രോൾസും പവർ കൺട്രോൾസും ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലായിട്ട് സ്പീക്കർ ഗ്രിഡ്സ്, USB ചാർജിംഗ് പോർട്ട്, അതുകൂടാതെ സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സൗണ്ട് കൺട്രോൾസ്, ടോപ്പ് പോർഷനിൽ സെക്കൻഡറി മൈക്രോഫോൺസും ആണ് കൊടുത്തിരിക്കുന്നത്. റെയർ സൈഡിലേക്ക് വന്നാൽ 48 മെഗാ പിക്സൽ, 16 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ ആൻഡ് 2 മെഗാ പിക്സൽ ക്യാമറാസ് വിത്ത് 2 ഫ്ലാഷ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു 16 മെഗാ പിക്സൽ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചിൻ സൈസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനും ഇതിന് കിട്ടുന്നുണ്ട്. OnePlus 8 Pro വെച്ച് നോക്കിയാലും OnePlus നോഡ് വെച്ച് നോക്കിയാലും ഈ OnePlus 8നെ സ്റ്റാൻഡ് ഔട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആക്കുന്നത് ഇതിലെ 3 ചേഞ്ചസ് ആണ്. അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ ബാറ്ററി ആൻഡ് അതിൻ്റെ ക്യാമറ. അപ്പം നമുക്ക് ഈ 3 ചേഞ്ചസിനെ പറ്റിയിട്ട് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഡിസ്പ്ലേൻ്റെ കാര്യം പറയാനാണെങ്കിൽ 6.55 ഇഞ്ചസ് ലിക്വിഡ് AMOLED സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ചിൻ സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ സ്ക്രീൻ കുറച്ചുകൂടി ഫ്ലാറ്റർ ആൻഡ് ഈസി ടു യൂസ് ആണ്. ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 ഹെർട്സും ഇതിൻ്റെ ടച്ച് സ്ക്രീൻ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത് 240 ഹെർട്സിലുമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് OnePlus ഫോൺസിനെ അപേക്ഷിച്ച് ഇത് വളരെയധികം റെസ്പോൺസീവും ആക്റ്റീവും ആണ് ആൻഡ് ദസ് മേക്കിംഗ് ദ ഫോൺ മച്ച് ഫാസ്റ്റർ. OnePlus 8യുടെ ബാറ്ററിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ 4500 mAh ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ മറ്റ് ഫോൺസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു 1 to 2 hours എക്സ്ട്രാ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് ലാസ്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ചാർജിങ് സ്പീഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു റാപ്പ് ചാർജ് 65 വാട്ട് പവർ അഡാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ 0 to 100% വെറും 40 മിനിറ്റ്സിലും 10 to 35% വെറും 5 മിനിറ്റ്സിലുമാണ് ചാർജ് ആവുന്നത്. OnePlus 8യുടെ ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. 48 മെഗാ പിക്സൽ വൈഡ് സെൻസർ, 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് സെൻസർ, 5 മെഗാ പിക്സൽ മാക്രോ സെൻസർ ആൻഡ് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ along with a dual flash LED. നോർമലി OnePlusന്റെ എല്ലാ ഫോൺസിലും റെയർ സൈഡിൽ സെൻറ്റർ പോർഷനിലായിട്ടാണ് ക്യാമറാസ് അറേഞ്ച് ചെയ്യാറ്. പക്ഷേ OnePlus 8Tയിൽ റെയർ സൈഡിലെ സൈഡ് പോർഷനിലാണ് ക്യാമറാസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഈ ഫോണിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്കിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമൽ ലുക്കിലേക്ക് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ OnePlus 8യുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 11ഉം അതേപോലെ തന്നെ OnePlusൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഇൻ്റർഫേസ് ആയ Oxygen OS 11ഉമാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ OnePlus 8യുടെ അൺബോക്സിങ് വീഡിയോ. ഈ ഒരു OnePlus 8, അതായത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത ഫോൺ എന്ന് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ആദ്യം സെയിൽസ് നടന്ന OnePlus 8 ആണ്. അപ്പോൾ ആ ഒരു ഫോൺ തന്നെ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതിൽ വി ആർ വെരി വെരി ലക്കി. അപ്പോൾ ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന myG കോട്ടയം തിരുനക്കര ഷോറൂമിൻ്റെ മാനേജർ, സ്റ്റാഫ്സ്, അവരെല്ലാവർക്കും, പിന്നെ ഈ ഫോൺ മേടിച്ചിട്ടുള്ള അനൂപേട്ടനും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. So see you all in the next video. Let's pray for the best, hope for the best and thank you. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് ന്യൂസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി തരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യുക.